ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ ഒരുപാട് നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രി. അത് നമ്മൾ കഴിഞ്ഞ വീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിക്കായിരുന്നു ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ സർക്കുലർ റേസ്. കാരണം CGL പോലത്തെ പരീക്ഷകൾക്ക് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് സർക്കുലർ റേസ്. ഒന്നുമില്ല, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ടോപ്പിക്ക് അറിയുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടല്ല, കുറച്ച് കൺസെപ്റ്റുകൾ അറിയേണ്ടതുണ്ട്. അതുകൂടി അറിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CGL പരീക്ഷയ്ക്കൊക്കെ ചില ഷിഫ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ബേസിക് ചോദ്യങ്ങളാണ്. പക്ഷേ ഒന്നും അറിയാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സർക്കുലർ റേസിൻ്റെ കൺസെപ്റ്റുകൾ ഞാൻ ചോദ്യങ്ങളിലൂടെ പ്രീവിയസ് ഇയർ എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകും. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സർക്കുലർ റേസ് പഠിക്കാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് സർക്കുലർ റേസ്. പക്ഷേ SSCക്ക് ഇതുവരെ ചോദിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇതാണ് അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അതായത് രണ്ടുപേരും അല്ലേ, നമുക്കറിയാം റേസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് നടത്താം അല്ലേ. ഒന്ന് ലീനിയർ റേസ്, ഒന്ന് സർക്കുലർ റേസ്. ഒന്ന് പറഞ്ഞാൽ നേരെ ഓടുന്നു. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിലൊക്കെ കണ്ടിട്ട് 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, അത് നേരെ ഓടുന്നു, ഫിനിഷ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടിട്ട് 400 മീറ്റർ ഓട്ടം, 800, 1500 മീറ്റർ ഓട്ടം കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഒരു 400 മീറ്റർ ട്രാക്കിൽ ഇങ്ങനെ ചുറ്റും ഓടുമായിരിക്കും. അപ്പോൾ അതിനാണ് സർക്കുലർ റേസ് എന്ന് പറയുക കേട്ടോ. ഇവിടെ രണ്ടുപേരും പറയുന്നത് രാജു സോഹൻ സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു സർക്കുലർ ട്രാക്കിലാണ് അവർ പോകുന്നത്. സർക്കുലർ ട്രാക്കിൻ്റെ ലെങ്ത്ത് 1725 മീറ്ററാണ്. രണ്ടുപേരുടെ സ്പീഡ് വന്നിട്ടുണ്ട് 72 കിലോമീറ്റർ, 90 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് സർക്കുലർ ട്രാക്ക് വഴി ഓടാൻ പറ്റും അല്ലേ. ഒന്ന് രണ്ടാൾക്കാരുണ്ടെങ്കിൽ രണ്ടുപേർക്കും സെയിം ഡയറക്ഷനിൽ ഓടാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടാം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് അറിയെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാം. എന്താണ്, നമുക്കറിയാം ഇവിടെ നിന്നാണ് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, രണ്ടുപേരും ഇങ്ങോട്ട് ഓടും. ഫസ്റ്റത്തെ കേസ് രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. അപ്പോൾ നമുക്കറിയാം നമ്മൾ കള്ളൻ്റെയും പോലീസിൻ്റെയും ഇത് പഠിച്ചിട്ടുണ്ട് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ. എന്താ, ഒരു കള്ളൻ പോലീസ് ഓടി, പോലീസ് ഇവിടെ ആയിരിക്കും, കള്ളൻ ഇവിടെ ആയിരിക്കും, ചേസ് ചെയ്യാൻ എത്ര സമയം എടുക്കും അല്ലേ. ആ കേസിൽ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഈ കള്ളൻ്റെയും പോലീസിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് എടുക്കും, ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കേട്ടോ. അപ്പോൾ ശരിക്കും റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്താ സംഭവം? ശരിക്കും ഒന്നുമില്ല, നമ്മൾ രണ്ട് പേര് ഓടുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെ പിടിച്ചു നിർത്തും. ഇവിടെ നമുക്കറിയാം, ഇവിടെ കള്ളനുണ്ട്, ഇവിടെ പോലീസുണ്ട്, പോലീസുണ്ട്, കള്ളനുണ്ട്, ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ സുഖത്തിന് എന്ത് ചെയ്യും, കള്ളൻ അവിടെ പിടിച്ചു നിർത്തും. പിന്നെ എന്ത് മതി, പിന്നെ പോലീസിന് ഇവിടെ നിന്ന് ഓടിയിട്ട് ഇവിടം വരെ എത്താനുള്ള ദൂരം മതി. അത് കണ്ടാൽ നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ വെലോസിറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, പിന്നെ പോലീസിൻ്റെ വെലോസിറ്റി എടുക്കരുത്, പിന്നെ അവിടെ വെലോസിറ്റി എടുക്കുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്. അതായത് പോലീസ് ഇവിടെ നിന്ന് ഇവിടം വരെ ഓടാൻ എടുക്കുന്ന സമയം എന്ത്, വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം സെയിം ഡയറക്ഷനിൽ ഓടുകയാണെങ്കിൽ രണ്ടുപേരുടെയും ഡിഫറൻസ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ രണ്ടുപേരുടെയും സം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം പിടിക്കുന്നത്, രണ്ടുപേർ ഓടുന്നുണ്ട്, ഓടി ഇവിടെ എവിടുന്നാണ് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ ചോദ്യം ചെയ്യാൻ സുഖത്തിന് വേണ്ടി ഒരാളെ പിടിച്ചു നിർത്തണം. ആ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ എന്ത്, നമ്മുടെ സർക്കുലർ റേസിലും വരുന്നത്. നോക്കിയേ, രണ്ടുപേർ സെയിം ഡയറക്ഷനിൽ ഓടുകയാണെങ്കിൽ ഒരാൾ മറ്റേ ആളെ മീറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മുന്നിലിരിക്കുന്ന ആൾ ഒരു റൗണ്ട് എക്സ്ട്രാ കവർ ചെയ്യണം, വേണ്ടേ? അപ്പോഴല്ലേ മീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ഒളിമ്പിക്സ് പോലത്തെ മത്സരങ്ങളിലൊക്കെ 10,000 മീറ്റർ റേസിലൊക്കെ മുന്നിൽ ഓടുന്ന ആൾ ഓടി ബാക്കിലുള്ള ആളെ വീണ്ടും കാണും അല്ലേ. അതെന്തുകൊണ്ടാണ്, ആ മുന്നിലുള്ള ആൾ ഓടി ആ ബാക്കിലുള്ള ആളെക്കാളും ഒരു റൗണ്ട് എക്സ്ട്രാ ഓടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്തെന്ന് പറയുന്നത്. ഇവിടെ അതന്നെ വേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്, ഈ ഒരു റൗണ്ട് ഇവർക്ക് എന്ത് വേണം, എക്സ്ട്രാ വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, ഒരാളവിടെ പിടിച്ചു നിർത്തണം. ഒരാളവിടെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേ ആൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടം വരെ എടുക്കാനുള്ള സമയം മതി നമുക്ക് അല്ലേ. പക്ഷേ ആ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വേണം, റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. ഇവിടെ അത് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ട്രാക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1725 ഡിസ്റ്റൻസ് അല്ലേ. നമുക്കതിനെ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. ഡിസ്റ്റൻസ് കിട്ടി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെ വെലോസിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെലോസിറ്റി എന്താണ്, ഒരാളുടെ വെലോസിറ്റി അല്ല. അപ്പോൾ വെലോസിറ്റി എടുക്കുമ്പോൾ രണ്ടുപേരുടെയും റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ ഇവിടെ 90 ആണ്, 72 ആണ്. അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്, 18. അവിടെ 18 എന്താണ്, കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് മീറ്ററിലാണ് ക്വസ്റ്റൻ എന്നിട്ടുള്ള സെക്കൻഡിലായത്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ അവർ മാറ്റിയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5/80 അല്ലേ, അത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞാൽ 1725/5 എന്ന് പറഞ്ഞാൽ 172 ഡബിൾ 345. ഇതായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇതുവരെ ചോദിച്ച ടോട്ടൽ 25ഓളം ചോദ്യങ്ങൾ സർക്കുലർ റേസിൽ നിന്ന് ചോദിച്ചതിൽ 10 ചോദ്യം ഇതുപോലെയാണ്. ഇപ്പോഴും CGL ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പകുതിയോളം വരുന്ന ചോദ്യങ്ങൾ. ഇതാണ്, സിമ്പിളാണ്, ഒന്നുമില്ല. രണ്ടുപേരും സെയിം. ഇനിയിപ്പോൾ ചോദ്യം ഇതാണ്, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അപ്പോഴും ഡിസ്റ്റൻസ് 1725 ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ആ കൺസെപ്റ്റും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്താ വരിക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവും, ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവും. അപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഇവിടെ എവിടെയോ മീറ്റ് ചെയ്യും.
അപ്പോൾ രണ്ട് പേരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു റൗണ്ട് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കള്ളൻ്റെ പോലീസിൻ്റെ കൺസെപ്റ്റ് എടുത്താൽ ഒരാളവിടെ പിടിച്ചു നിർത്തും, മറ്റേ ആൾ എന്ത് ചെയ്യണം, പോയി ഇവിടെ എത്തും, അപ്പോഴാണ് മീറ്റ് ചെയ്യുക അല്ലേ. പക്ഷേ ഇവിടെ ഈ കേസിൽ വെലോസിറ്റി എന്തായിരിക്കും, റിലേറ്റീവ് വെലോസിറ്റി സമ്മായിരിക്കും. കാരണം രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി സമ്മായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, 1725 ഡിവൈഡഡ് ബൈ 72 + 90 ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരുപാട് 50% ക്വസ്റ്റ്യൻസും ഈ ഒരു സെയിം ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി ചെയ്ത് നോക്കാം, ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം അല്ലേ. സർക്കുലർ റേസിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് 1600. ഓക്കെ, രണ്ടുപേരുടെ സ്പീഡ് വന്നിട്ടുണ്ട് 27:45. ഇനി നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ള എന്താ ചോദ്യം, എന്താ, വെൻ ദേ ആർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ വെൻ ദേ മീറ്റ് അഗൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ് ചോദ്യം. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി എടുത്താൽ മതി. പക്ഷേ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാൻ കാര്യം കൂടി നോക്കണം, സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ. ഇവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി എന്താ 27 - 45. അതിൻ്റെ ഡിഫറൻസ് അല്ലേ, എത്ര കിട്ടും, 18. ഇവിടെ 18 നമ്മൾ കൺവേർട്ട് ചെയ്യണം, എന്ത് കിട്ടും, 18 × 5/18. അപ്പോൾ എന്ത് കിട്ടും, 18 പോയി 1600/5 എന്ന് പറഞ്ഞാൽ 320 അല്ലേ. സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ അല്ലേ, സെയിം ചോദ്യം. ഇതാ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ് കാണേണ്ടത്. രണ്ടുപേരും എന്താണ്, സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ. ഇതാ സെയിം ഡയറക്ഷൻ അല്ലേ, സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, ട്രാക്കിൻ്റെ ലെങ്ത് എത്ര, 2575 ഡിവൈഡഡ് ബൈ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് അല്ലേ, 72 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഡിഫറൻസ് 90/18 × 5/18. നോക്കി, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ 2575/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 257.5ൻ്റെ ഡബിൾ 515 അല്ലേ. ഏതാ ഓപ്ഷൻ, ഡി ആണ്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഞാൻ ചെയ്യും, പിന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തത് വീണ്ടും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാനുള്ള സമയമാണ് കാണേണ്ടത്. സെയിം ഡയറക്ഷനാണ്, എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് 1500 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്, ഇവിടെയും 18. നമുക്ക് എല്ലാം സെയിം ക്വസ്റ്റ്യൻ, ജസ്റ്റ് വാല്യൂ മാറ്റുന്നുള്ളൂ. × 5/18 എന്ത് കിട്ടും, 1500/5 എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്. ഓക്കെ, ഇനി ഞാൻ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ട് 5 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 2500 വെലോസിറ്റി വന്നിട്ടുണ്ട്. ഇത് കൂടെ ഞാൻ ജസ്റ്റ് ചെയ്ത് തരാം, കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നോക്കിയേ, ഇവിടെ സർക്കുലർ റേസ് 2500 മീറ്ററാണ് ലെങ്ത്ത്. സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒറ്റ വ്യത്യാസമുള്ള എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി സം എടുക്കണം, കാരണം റിലേറ്റീവ് വെലോസിറ്റിയോടെ മാറും. അപ്പോൾ നമുക്ക് ചെയ്യണം, 2500 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്, 37 35 റിലേറ്റീവ് വെലോസിറ്റി ആണ് 72 × 5/18. ഇത്ര ചെയ്താൽ കിട്ടും. ഇതിനെല്ലാം ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ് കാണേണ്ടത്. അപ്പോൾ നോക്കിയേ, ഈ 18ഉം 72 കൂടെ പോയാൽ 4 അല്ലേ. അതായത് 2500/20 2500/20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 250/2 എന്ന് പറഞ്ഞാൽ 125 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് 5 സെക്കൻഡ് അല്ലേ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുക. എന്താണ്, സെയിം ഡയറക്ഷന് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് എല്ലാം തന്നിട്ടുണ്ട്, കാണുക. അടുത്തോ 1500 മീറ്റർ സർക്കുലർ റേസ്, സെയിം ഡയറക്ഷന് ഫസ്റ്റ് ടൈം. ഓക്കെ, ഒക്കെ സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 1500 മീറ്റർ സെയിം ഡയറക്ഷന് ഫസ്റ്റ് ടൈം. ഓക്കെ, ഇനി വേറെ ചോദ്യം ഞാൻ തരാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ. ഇവിടെ നോക്കിയേ, ഇതും അതേപോലത്തെ ചോദ്യം തന്നെയാണ് അല്ലേ. സീനത്തിൻ നസ്രീൻ പാർട്ടിസിപ്പേറ്റ് ഇൻ സർക്കുലർ റേസ്. അവരുടെ സർക്കുലർ റേസ് ആ ട്രാക്കിൻ്റെ ലെങ്ത് എന്താണ്, 1.2 കിലോമീറ്റർ ആണ്. സ്പീഡ് വന്നിട്ടുണ്ട്, സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ ഫസ്റ്റ്. ചോദ്യം എത്രയേ ഉള്ളൂ, രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴാണ് ഇനി അടുത്ത മീറ്റ് ചെയ്യുന്ന ചോദ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടുപേരും സെയിം ഡയറക്ഷനിലൂടെയാണെങ്കിൽ ഓടി മീറ്റ് ഒരു റൗണ്ട് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു റൗണ്ട് കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു റൗണ്ട് കവർ ചെയ്ത് അവർ മീറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ട്രാക്കിൻ്റെ എവിടെ വെച്ച് വേണമെങ്കിലും അവർക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, കള്ളൻ്റെയും പോലീസിൻ്റെയും പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ ചെയ്ത്, കള്ളനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് പോലീസ് ഇവിടുന്ന് ഇവിടെ വരെ ഓടാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്നാണ് കള്ളനെ പിടിക്കുന്നതെന്ന് വിചാരിക്കരുത്. അത് സമയം കാണാൻ വേണ്ടി മാത്രം നമ്മളെ ചെയ്ത്. ശരിക്കും കള്ളന് ഓടുന്നുണ്ട്, പോലീസ് ഓടുന്നുണ്ട്, അങ്ങനെ ഓടി ഇവിടുന്നാണ് പിടിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്നായിരിക്കും ആ ഡിസ്റ്റ് പിടിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരാളെ പിടിച്ചു വെക്കാൻ പറഞ്ഞത്, മനസ്സിലായോ. അപ്പോൾ അടുത്ത ആൾ ഒരു റൗണ്ട് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അതെടുക്കുന്ന ടൈമാണെന്ത്, ആ ഫസ്റ്റ് മീറ്റിംഗ് ടൈം. പക്ഷെ അതൊരിക്കലും നിർബന്ധമില്ല, എന്ത്, ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് മീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ട്രാക്കിൻ്റെ എവിടെ വേണമെങ്കിലും മീറ്റ് ചെയ്യാം അവിടെ. അപ്പോൾ ഇതാണ് ഇതിൽ വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളുണ്ടാവും, എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫസ്റ്റ് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യും, ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതാണ് ഇതിൽ ട്വിസ്റ്റായിട്ട് വരുന്നത്. ബാക്കി ഞാനിപ്പോൾ ഇത്രയും ഞാൻ ചെയ്തതാണ് 50% ക്വസ്റ്റ്യൻസും. ഇനി നമ്മൾ ചെയ്തല്ലേ, ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. ഒരു ചോദ്യം ഇങ്ങനെയാണ്,
രണ്ട് പേര് ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഒരാൾ 20 മീറ്റർ പെർ സെക്കൻഡ്, ഒരാൾ 30 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുപോലെ തന്നെ സർക്കുലർ റേസിൻ്റെ സർക്കംഫറൻസ് 100 മീറ്ററാണ്. 100 മീറ്റർ ട്രാക്കിൽ ഇങ്ങനെ ഒരാൾ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ടും, 100 മീറ്ററാണ് സർക്കുലർ ട്രാക്ക്, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഓടുകയാണ്. ഇനി ചോദ്യം എന്താ വെച്ചാൽ ഈ ട്രാക്കിൽ എത്ര പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും? ഞാൻ പറഞ്ഞു അവരെന്തായാലും മീറ്റ് ചെയ്യില്ല, രണ്ടുപേരും ഇങ്ങോട്ട് ഓടുമ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് മീറ്റ് ചെയ്യും. അങ്ങനെ ഈ ട്രാക്കിൽ എത്ര പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ അത് കാണാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്, എഴുതി വെക്കുക. സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറയാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വെലോസിറ്റി റേഷ്യോ എഴുതുക. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി എത്രയാണ്? 2:3 അല്ലേ? 20:30 എന്ന് പറഞ്ഞാൽ 2:3. അപ്പോൾ ഇനി ചോദ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഹൗ മെനി ഡിസ്റ്റിങ് പോയിന്റ് ദേ ക്രോസ് ഈച്ച് അതർ. ദേ ക്രോസ് ഈച്ച് അതർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടുപേരും എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ അതാണ് ചോദ്യം എന്ന് മനസ്സിലായി. ഇനി നോക്കേണ്ടത് സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഈ രണ്ട് വാല്യൂവിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇതിപ്പോൾ സെയിം ഡയറക്ഷനാണ് ഇവർ ഓടുന്നതെങ്കിൽ 3 - 2 ഒരു പോയിന്റിലേ അവർ മീറ്റ് ചെയ്യുള്ളൂ. അത് ഏതായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ആയിരിക്കും അപ്പോഴെപ്പോഴും മീറ്റ് ചെയ്യുക. ഇനി അതല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇവർ ഓടുന്നതെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ എന്താ ചെയ്യേണ്ടത്? 2 + 3 എത്രയാ? 5 സ്ഥലത്ത്, അതായത് ട്രാക്കിൻ്റെ 5 ഡിഫറൻറ്റ് സ്ഥലത്ത്, അതായത് ഒന്നിവിടെ, 1, 2, 3, 4, 5 സ്റ്റാർട്ടിംഗ് പോയിന്റ് അടക്കം 5 സ്ഥലത്ത് എന്ത് ചെയ്യും? അവർ മീറ്റ് ചെയ്യും. ഇവിടെ മാത്രമേ അവർ മീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഈ 5 പോയിന്റിലായിരിക്കും അവർ മീറ്റ് ചെയ്യുക. അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളവരുടെ വെലോസിറ്റി റേഷ്യോ എഴുതുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പിന്നെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമിലാണ് എഴുതാൻ. ഇത് 4:6 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരിക്കലും 4 + 6 10 എന്ന് പറയരുത്. റെഡ്യൂസ്ഡ് റേഷ്യോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നോക്കുക കേട്ടോ. ഏറ്റവും ഇനിയിപ്പോൾ വീണ്ടും അത് ചെറുതാക്കാൻ പറ്റേണ്ട അവസ്ഥ വരരുത്. ആ ലെവലിൽ വേണം നിങ്ങൾ എഴുതാം. അപ്പോൾ 2:3 ഇനി ചെറുതാക്കാൻ പറ്റില്ല. ഇനി ചെറുതാക്കിയാൽ ഡെസിമലായി പോകും. അപ്പോൾ 2 + 3 ഇവിടെ ആൻസർ ചെയ്താൽ 5 ആയിരിക്കും ആൻസർ. ഇനി ഇതെങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം രണ്ട് തരത്തിലല്ലേ. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും കൂടെ നോക്കിയേ ഫസ്റ്റ് മീറ്റിംഗ് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? ഇത് രണ്ടുപേരും ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരും കൂടെ കൂടി. ഇപ്പോൾ നമുക്കിവിടെ 2:3 റേഷ്യോ കിട്ടി അല്ലേ, വെലോസിറ്റി റേഷ്യോ. അതിൻ്റെ അർത്ഥം എന്താ? ഇതിപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ പറയുകയാണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയിപ്പോൾ റൗണ്ടിൻ്റെ കേസ് പറയുകയാണ്, ഒരേ സമയത്ത് ഓടാൻ എടുക്കുന്ന ആ ഡിസ്റ്റൻസ്, അതല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റൗണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇയാൾ 2 റൗണ്ട് ഓടുമ്പോൾ ഇയാൾ 3 റൗണ്ട് ഓടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടുമ്പോഴുള്ള കേസ് പറയുകയാണെങ്കിൽ ഇവർ മീറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ? ഈ രണ്ട് പേരും കൂടി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇവരുടെ മീറ്റിംഗ് വരിക അല്ലേ. അപ്പോൾ നോക്കിയേ ഇവർ 2 റൗണ്ട് ഓടുമ്പോൾ ഒരു 3 റൗണ്ട് ഓടുന്നുണ്ട്. ടോട്ടൽ 2 പേരും കൂട്ടി 5 റൗണ്ടായി. അത് വേണ്ട, നമുക്ക് എന്ത് മതി? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം മതി. അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു റൗണ്ട് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 5 അല്ലേ. അപ്പോൾ 2/5 3/5 ഇതിലായിരിക്കും അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അതായത് ഫസ്റ്റത്തെ ആൾ ട്രാക്കിൻ്റെ 2/5 ഓടുമ്പോൾ രണ്ടാമത്തെ ആൾ ട്രാക്കിൻ്റെ 3/5 ഓടുമ്പോഴായിരിക്കും ഫസ്റ്റ് മീറ്റിംഗ്. നോക്കി ഇത് രണ്ടും കൂട്ടിയാൽ 1 ആയില്ലേ. അതന്നെ നമുക്ക് വേണ്ടത്. 2 പേര് സ്റ്റാർട്ട് ചെയ്ത് 2 പേരും കൂടെ ഒരു റൗണ്ട് കവർ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് മീറ്റിംഗ്. ഇനി സെക്കൻഡ് മീറ്റിംഗ് ആണെങ്കിലോ ഇത് 2ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആയിരിക്കും സെക്കൻഡ് മീറ്റിംഗ്. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് മീറ്റിംഗ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർത്ത് മീറ്റിംഗ്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫിഫ്ത്ത് മീറ്റിംഗ്. പക്ഷേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/5 × 5 3/5 × 5 എന്തായി മാറി? 5 പോയി 5 പോയി ബാക്കി 2:3 വീണ്ടും ഈ റേഷ്യോയിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ഒരു ഫുൾ റൗണ്ട് ഓടി. വീണ്ടും അതിൻ്റെ അർത്ഥം ഈ 5ാമത്തെ പ്രാവശ്യം അവർ മീറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. കാരണം ഫുൾ റൗണ്ട് അല്ലേ. ഇവിടേക്കാണ് ട്രാക്കിൻ്റെ ഒരു പാർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ട്രാക്കിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ 5ാമത്തെ പ്രാവശ്യം എത്തിയപ്പോൾ എന്തായി? 2:3. അതായത് ഫസ്റ്റത്തെ ആൾ 2 റൗണ്ട് ഓടുമ്പോൾ രണ്ടാമത്തെ ആൾ 3 റൗണ്ട് ഓടിയിട്ട് അല്ലേ, ഒരു റൗണ്ട് 2 റൗണ്ട് ഓടാൻ ഫസ്റ്റത്തെ ആൾ 2 റൗണ്ട് ഇങ്ങനെ ഓടി ഇവിടെ എത്തി. ആ സമയം അടുത്ത ആൾ 3 റൗണ്ട് ഓടിയിട്ട് ഇവിടെ എത്തി. വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്തു. പിന്നെ ഈ പ്രോസസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. 2 പേർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ വീണ്ടും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഈ പ്രോസസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്യുക. അപ്പോൾ ഈ 5 സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ മീറ്റ് ചെയ്യുള്ളൂ. ഇനി ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് കേസിൽ എടുക്കുകയാണെങ്കിൽ നോക്കി, ഓപ്പോസിറ്റ് കേസിൽ നമുക്കിവിടെ വെലോസിറ്റി 2 ഓപ്പോസിറ്റ് അല്ല, സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സെയിം ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവർ മീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ക്രൈറ്റീരിയ എന്താണ്? ഒരാളെക്കാളും അടുത്ത ആൾ ഒരു റൗണ്ട് എക്സ്ട്രാ ഓടണം. അതല്ലേ വേണ്ടത്? ഒരു റൗണ്ട് കൂടെ എക്സ്ട്രാ ഓടണം. അതായത് സെയിം ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു 2 പേരും കൂടെ കൂട്ടി ഒരു റൗണ്ട് ഓടിയാൽ മതി. പക്ഷേ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ മീറ്റ് ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ ഒരുത്തൻ എത്രയാണ് ഓടുന്നത് അതിനേക്കാളും മറ്റേ ഓപ്പോസിറ്റുള്ള ആൾ ഒരു റൗണ്ട് എക്സ്ട്രാ ഓടുമ്പോഴാണ് അവർ മീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവൻ 2 റൗണ്ട് ഓടുമ്പോൾ ഇവൻ 3 റൗണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതല്ലേ ഫസ്റ്റ് മീറ്റിംഗ്. അതായത് ഇവർ 2 പേരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോഴാണ് ഇവരെ ഫസ്റ്റ് മീറ്റിംഗ് വരിക. അപ്പോൾ ഇവർ 2 പേരുടെ ഡിഫറൻസ് ഇപ്പോൾ ഓൾറെഡി 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ
സെയിം ഡയറക്ഷനിലാണ് ഓടുന്നതെങ്കിൽ ഒറ്റ സ്ഥലത്തെ മീറ്റ് ചെയ്യുള്ളൂ, അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. ഇനി ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 3:5 ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാണ്, ജസ്റ്റ് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ട്രിക്ക് ഉപയോഗിച്ചാൽ ഒറ്റടി കിട്ടും, പക്ഷേ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 3:5 രണ്ടുപേരുടെ വെലോസിറ്റി റേഷ്യോ 3:5 എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ, രണ്ടുപേരുടെ ഡിഫറൻസ് 2 ആണ്. അതായത് ഇവൻ 5 റൗണ്ട് ഓടുമ്പോൾ ഇവൻ 3 റൗണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ 2 റൗണ്ടിൻ്റെ ഡിഫറൻസ് വന്നു. അത് വേണ്ട, 1 റൗണ്ടിൻ്റെ ഡിഫറൻസ് വരുമ്പോഴാണ് ഫസ്റ്റ് മീറ്റിംഗ് വരിക. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഡിഫറൻസ് 2 ഒന്നാക്കി കുറക്കണം. എന്ത് ചെയ്യും, 3/2ൻ്റെ പകുതി എടുത്താൽ 1.5 വരും. 5ൻ്റെ പകുതി എടുത്ത് എത്ര വരും, 2.5 വരും. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ. അതായത് ഒരാൾ ഓടി 1 റൗണ്ട് ഓടി 1.5 റൗണ്ട് ഓടുമ്പോൾ ഇവിടെ എത്തും. അതേസമയം അടുത്ത ആൾ എന്തോടും, 1, 2, 2.5 റൗണ്ട് ഓടിയിട്ട് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ആയിരിക്കും അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. ഓക്കെ അല്ലേ. അതായത് ഈ 1.5 റൗണ്ട് 2 റൗണ്ടിലായിരിക്കും അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അടുത്തത് വീണ്ടും ഇതേ ദൂരങ്ങൾ ഒന്നുകൂടി ഓടുമ്പോൾ അടുത്ത മീറ്റിംഗ്. അപ്പോൾ അടുത്ത ഇതേ ദൂരം ഒന്നുകൂടി ഓടുന്ന പറയുമ്പോൾ 3:5 തന്നെയാവും. അതായത് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തി, പിന്നെ വീണ്ടും ഇവിടെ എത്തും. അങ്ങനെ മാറി മീറ്റ് ചെയ്യും. അപ്പോൾ അത് കാണാനൊരു ഷോർട്ട് കട്ട് എന്താ, ഇവർ രണ്ടുപേരുടെയും ഡിഫറൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും വെലോസിറ്റി എഴുതിയിട്ട് ഏറ്റവും റെഡ്യൂസ്ഡ് റേഷ്യോ എഴുതിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും റെഡ്യൂസ്ഡ് റേഷ്യോ ചെയ്തിട്ട് അതിൻ്റെ സം ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കിയാൽ ഒറ്റയടിക്ക് 100 മീറ്റർ ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഈ ട്രാക്ക് എത്ര വലിയ ട്രാക്ക് ആയാലും ശരി, ഇവരെന്ത് ചെയ്യും, 5 പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റൻ നിങ്ങൾ നോക്കിയിട്ട് പറയാം. അതായത് അഞ്ജലി ബബിത ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുകയാണ് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുന്നതിൻ്റെ റേഷ്യോ 8:6 ആണ്. ട്രാക്കിൻ്റെ ലെങ്ത് 960 മീറ്ററാണ്. ചോദ്യം എന്താ, ഹൗ മെനി ടൈംസ് വിൽ ദേ മീറ്റ്. ഓക്കെ, അവരെത്ര ടൈം മീറ്റ് ചെയ്യുന്ന ചോദ്യം അല്ലേ. സെയിം ടൈം റെസ്പെക്റ്റീവ്ലി ദ ലെങ്ത് ഓഫ് ദ. ഓക്കെ, അതായത് ഇവർ ട്രാക്കിൽ എത്ര സ്ഥലത്ത് ഡിസ്റ്റിങ് പോയിന്റ്, അതിനെയാണ് ചോദ്യം എവിടെയും വരുന്നത്, എത്ര സ്ഥലത്ത് അവർ മീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഈ ട്രാക്കിൻ്റെ ലെങ്ത് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, വെലോസിറ്റി നോക്കുമ്പോൾ 8ഉം 6ഉം ആണ്. അപ്പോൾ 8:6 8+6 14 എന്ന് പോയിട്ട് 7 തരുത്, തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതുമ്പോൾ റെഡ്യൂസ്ഡ് റേഷ്യോയിൽ എഴുതണം, 4:3. ഇതല്ല റെഡ്യൂസ്ഡ് റേഷ്യോ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ രണ്ടിൻ്റെ സം എടുക്കണം. 4+3 എത്രയാണ്, 7 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി അടുത്ത് ഇതുപോലെ തന്നെ ചോദ്യം നോക്കിയേ. രണ്ടുപേരും ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, P&Q. രണ്ടുപേരും നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ചു നോക്കുക കേട്ടോ. രണ്ടുപേരും സെയിം പോയിന്റിൽ നിന്ന് സർക്കുലർ ട്രാക്കിൽ ഓടി തുടങ്ങി. രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്. P ഓടുന്നത് 6 മീറ്റർ/സെക്കൻഡ് ആണ്. Q ഓടുന്നതോ B മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് തന്നിട്ടില്ല അല്ലേ. ഒരാൾ 6 ആണ്, ഒരാൾ B ആണ്. ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ അറ്റ് എക്സാക്ട്ലി 2 പോയിന്റ്സ്. രണ്ടുപേരും സർക്കുലർ ട്രാക്കിൽ 2 പോയിന്റ്സിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സർക്കുലർ ട്രാക്ക് എങ്കിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ, ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഒന്ന് ഇവിടെ ഓപ്പോസിറ്റിലായിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഇഫ് ദേ ക്രോസ് ഈച്ച് 2 പോയിന്റ്സ് ആൻഡ് B ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. B എന്ന് പറഞ്ഞാൽ 6-നേക്കാളും കുറവുള്ള ഒരു നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ Bക്ക് എടുക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പോൾ നമുക്കറിയാം 2 പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും വെലോസിറ്റിൻ്റെ റെഡ്യൂസ്ഡ് റേഷ്യോ എഴുതിയാൽ അതിൻ്റെ ഡിഫറൻസ് ആണ് ഈ 2 എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ 6-നേക്കാളും ചെറുതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എത്ര വാല്യൂസ് പോസിബിളാണ്. 6ഉം 5ഉം പോസിബിളാണ്, 6ഉം 4ഉം പോസിബിളാണ്, 6ഉം 3ഉം 6ഉം 2ഉം പിന്നെ 6ഉം 1. ഇത്രയാണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് അല്ലേ. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി, ഈ രണ്ടിൻ്റെ റേഷ്യോൻ്റെ ഡിഫറൻസ് 2 വരണം. അത് എത്ര വാല്യൂ പോസിബിൾ ആണെന്ന് നോക്കുക. അപ്പോൾ നോക്കിയേ, ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഡിഫറൻസ് 1 വരുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു റേഷ്യോ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, വെലോസിറ്റി എഴുതുമ്പോൾ റേഷ്യോ എഴുതുമ്പോൾ റെഡ്യൂസ്ഡ് റേഷ്യോ എഴുതണം. ഇവിടെ 6:4 ആണ്. അതൊന്നും കൂടി ചെറുതാക്കിയാൽ എത്ര കിട്ടും, 3:2 കിട്ടും. അപ്പോൾ ഇവിടെയും ഡിഫറൻസ് 1 ആണ്, അത് പറ്റില്ല. ഇനിയോ ഇവിടെ 6:3 ആണ്, അതൊന്ന് റെഡ്യൂസ് ചെയ്താൽ 2:1 കിട്ടും. അതും റേഷ്യോ എത്രയാണ്, ഡിഫറൻസ് 1 ആണ്. ഇനി 6:2 അതൊന്ന് റെഡ്യൂസ് ചെയ്താൽ കിട്ടും 3:1 ആണ്. അപ്പോൾ നോക്കി അതിൻ്റെ ഡിഫറൻസ് 2 അല്ലേ. അപ്പോൾ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി അടുത്ത് നോക്കുക 6:1 അതിൻ്റെ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ ഉള്ളത് 6ഉം 2 കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. ഇതാ ഇവിടെ നമ്മൾ നേരത്തെ അതേപോലെ ജസ്റ്റ് മീറ്റിംഗ് ടൈം എടുക്കരുത് കേട്ടോ. ഇവിടെ നോക്കി രണ്ടുപേർ സർക്കുലർ ട്രാക്കിലാണ് ഓടുന്നത്. രണ്ടുപേർ ഓടുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, 18ഉം 27ഉം തന്നിട്ടുണ്ട്. സെയിം പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെയിം ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു. അപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല, നേരെ ആ ട്രാക്കിൻ്റെ ലെങ്ത് എടുക്കുക, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പോൾ സെയിം ഡയറക്ഷൻ ലോഡ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കണം എത്ര സ്ഥലത്ത് ഇവർ മീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് മാത്രം മീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക സർക്കുലർ ട്രാക്കിലൂടെ ഓടുകയാണ്. ഇവിടെ വെലോസിറ്റി റേഷ്യോ എത്രയാണ്? വെലോസിറ്റി 18ഉം 27ഉമാണ്. ഒന്ന് ചെറുതാക്കിയാൽ എത്ര കിട്ടും? 9 കട്ട് ചെയ്താൽ 2:3 ആണ്. രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അതേതാ അല്ലേ? 3 - 2 ഡിഫറൻസ് ഒന്നല്ലേ. അപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് ഇവർ മീറ്റ് ചെയ്യുള്ളൂ, അത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ചിന്തിക്കാനില്ല. ഫസ്റ്റ് ടൈമിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. കാരണം ഇവർ ഓടി തുടങ്ങിയാൽ പിന്നെ അടുത്ത മീറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ആയിരിക്കും. അതായത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും. അത് മാത്രമല്ല ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും. അപ്പോൾ പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത് അതേ പ്രോബ്ലം പോലെ തന്നെ ചെയ്യാം. എത്രയാണ്? 1.2 കിലോമീറ്ററാണ്. അതായത് മീറ്ററിലാക്കുമ്പോൾ 1200 മീറ്റർ. നമുക്കിവിടെ സെക്കൻഡിലല്ലേ വേണ്ടത്, മിനിറ്റിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം സെക്കൻഡിൽ കണ്ടിട്ട് പിന്നെ മിനിറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ 1200 മീറ്റർ ഡിവൈഡഡ് ബൈ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ എത്ര കിട്ടും? 9 × 5/18. ഇത് ചെയ്താൽ മതി. എത്ര കിട്ടും? 9ഉം 18ഉം പോയാൽ 2, 2400/5 എന്ന് പറഞ്ഞാൽ 480 കിട്ടും. 480 സെക്കൻഡ്സ് ആണ്. 480 സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. എത്ര കിട്ടും? 480/60 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. 8 മിനിറ്റാണ് വരിക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 2 കിട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, രണ്ടാമത്തെ മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴും ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ സമയം എടുത്തിട്ട് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും? രണ്ടാമത്തെ മീറ്റിങ്ങിൽ സമയം കിട്ടും കേട്ടോ. ഇനി അടുത്ത് ഇനി ഇവിടെ എന്താ? ഇതും അതുപോലെ തന്നെ. ഇവിടെ ചോദ്യം ഇങ്ങനെ ഉള്ളൂ. രണ്ടുപേരുടെ ട്രാക്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും സെക്കൻഡ് ടൈം എപ്പോഴാണ് മീറ്റ് ചെയ്യുന്ന ചോദ്യം. സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കാണുക, അതിൻ്റെ ഇരട്ടിയായിരിക്കും സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേറെ തരത്തിൽ അങ്ങനെ പറയാം. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് മറ്റേ ആളെക്കാളും ട്രാക്ക് ഒരു പ്രാവശ്യം കവർ ചെയ്യണം. സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കവർ ചെയ്യണം. അപ്പോൾ പിന്നെ ജസ്റ്റ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയിട്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിലോ ഫസ്റ്റ് ടൈം മീറ്റിങ്ങിൻ്റെ സമയം കണ്ടിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിയേ, ഫസ്റ്റ് ടൈം മീറ്റിങ്ങിൻ്റെ സമയം എത്രയാണ്? 1400 ആണ് ടോട്ടൽ. സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ അതിന് സം എടുക്കണം. 47ഉം 33 എന്ന് പറഞ്ഞാൽ 80 അല്ലേ. ഇതാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, നമ്മൾ ചോദിച്ചാൽ സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യാം. എത്ര കിട്ടും? 2 0 0 പോയി 2ഉം 8ഉം പോയാൽ 4. 140/4 എന്ന് പറഞ്ഞാൽ 70, 35 സെക്കൻഡ്. ഓക്കെ, 35 സെക്കൻഡിൽ അവർ രണ്ടാമത്തെ മീറ്റിംഗ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സർക്കുലർ ട്രാക്കിലാണെങ്കിൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കവർ ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് ഓടുന്ന ആരാണ് അയാളെക്കാളും ഒരു റൗണ്ട് കൂടുതൽ എത്തണം. രണ്ടാമത്തെ പ്രാവശ്യം കവർ ചെയ്യണമെങ്കിലോ 2 റൗണ്ട് കൂടുതൽ എത്തണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് 1400 എടുക്കുന്നതിന് പകരം 2800 എടുത്താൽ മതി കേട്ടോ. 2800 ഡിവൈഡഡ് ബൈ 80 എടുത്താൽ മതി. ഇതായിരിക്കും ആൻസർ. എത്ര കിട്ടും? 280/8 എന്ന് പറഞ്ഞാൽ 140, 70, 35. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. ഇനി അടുത്ത് ഇതുപോലെ തന്നെ ചോദ്യമാണ്. ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴാണ് മീറ്റ് ചെയ്യാന്ന ചോദ്യം. വെലോസിറ്റി വന്നിട്ടുണ്ട് 18ഉം 24 ആണ്. അതുപോലെ തന്നെ സെയിം ഡയറക്ഷൻ ആണോ? ട്രാക്ക് ഓഫ് ലെങ്ത് ഇതാ സെയിം ഡയറക്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴാണ് മീറ്റ് ചെയ്യാന്ന് കാണാം. അപ്പോൾ നമ്മൾ നോക്കണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴാണ് മീറ്റ് ചെയ്യാന്ന് കാണണമെങ്കിൽ അവർ എത്ര സ്ഥലത്ത് മീറ്റ് ചെയ്ത് നോക്കണം. അതിനാദ്യം വെലോസിറ്റി എഴുതിയാൽ മതി അല്ലേ. 18ഉം 24ഉം ഒന്ന് ചെറുതാക്കിയാൽ എത്ര കിട്ടും? 3:4. അപ്പോൾ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 4 - 3 ഒരു സ്ഥലത്തെ അവർ മീറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതും ഒക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. അവർ ഈ ഒരു പോയിന്റിൽ മാത്രമേ അവർ മീറ്റ് ചെയ്യുള്ളൂ. 4 - 3 എടുത്താൽ. അപ്പോൾ നോക്കിയേ എന്താ ചെയ്യേണ്ടത്? ലെങ്ത് 200 വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം മീറ്റിങ്ങിലുള്ള സമയം എടുത്താൽ മതി. 200/, എത്ര കിട്ടും? രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അല്ല സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് 6 × 5/18 എത്ര കിട്ടും? 6ഉം 18 പോയാൽ 3. 600/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 120 അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി എടുത്തോ. അടുത്ത് ഇനി സർക്കുലർ റൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഈ CGL ചോദിച്ച ചോദ്യം തോന്നുന്നു. ഞാൻ അവിടെ കണ്ടതാണ്, അപ്പോൾ എടുത്താണ് കേട്ടോ. അതായത് ട്രാക്കിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ട് 3600. വാല്യൂ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. 27 km/h 45 km/h ആണ് ഇവരുടെ സ്പീഡ്. അതുപോലെ തന്നെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ചോദ്യം വെൻ വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവരെപ്പോഴാണ് മീറ്റ് ചെയ്യുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? എത്ര സ്ഥലത്ത് അവർ മീറ്റ് ചെയ്യുന്നുണ്ട് നോക്കണം. അപ്പോൾ അതിനാദ്യം എഴുതേണ്ടത് 27:45. ഇതാണ് വെലോസിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ഇതിൽ 9 കൊണ്ട് കട്ട് ചെയ്യാൻ കിട്ടും 3:5. അപ്പോൾ 3:5 എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 5 - 3 2 അല്ലേ.
അപ്പോൾ രണ്ട് സ്ഥലത്ത് അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കറങ്ങി ഫസ്റ്റ് മീറ്റിംഗ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. സെക്കൻഡ് മീറ്റിംഗ് എന്തായിരിക്കും? വീണ്ടും വന്നിട്ട് ഇവിടെ ആയിരിക്കും. തേർഡ് മീറ്റിംഗ് ഇവിടെ, ഫോർത്ത് മീറ്റിംഗ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കാണുന്നതെങ്കിൽ ആ മീറ്റിംഗ് ഇവിടെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല ചോദ്യം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫസ്റ്റ് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്ന ചോദ്യം. അതായത് ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, രണ്ടാമത്തെ മീറ്റിംഗ് ഇവിടെ ആയിരിക്കും. അതായത് രണ്ടാമത്തെ മീറ്റിംഗ് ആണ് അവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഫസ്റ്റ് മീറ്റിങ്ങിനുള്ള സമയം എടുത്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓൾറെഡി ഈ 3600 പകരം ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് മീറ്റിങ്ങിലുള്ള സമയം കണ്ടിട്ട് ഡബിൾ എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് മീറ്റിങ്ങിലുള്ള സമയം എങ്ങനെ കാണാം? 3600 ഡിവൈഡഡ് ബൈ സെയിം ഡയറക്ഷൻ അല്ലേ? അപ്പോൾ 27 45 പകുതി 18. 18 ഇൻറ്റു 5/18. ഇതാണ് ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ സമയം. ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ സമയം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റാണ് രണ്ടാമത്തെ മീറ്റിങ്ങിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഇൻറ്റു 2 ചെയ്യണം. എത്ര കിട്ടും? നോക്കി ഒന്ന് ചെയ്ത് നോക്കിയാൽ 18 പോയി. ബാക്കി 3600 ബൈ 5 എന്ന് പറഞ്ഞാൽ 720. 720 ഇൻറ്റു 2 1440 കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിലെ സമയം എടുത്താൽ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടുക? നമുക്കറിയാം ഇതിന് നേരെ പകുതി 720 കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ പ്രശ്നം അത് ഓപ്ഷനിൽ ഉണ്ടാവും, നമ്മൾ ചെയ്യും. പക്ഷേ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും. നമുക്ക് വേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. സിമ്പിൾ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ അവരുടെ ഡിഫറൻസ് എടുത്തു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ വെലോസിറ്റി ഡിഫറൻസ് 7:4 ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം നമുക്കറിയാം സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർ 3 സ്ഥലത്ത് മീറ്റ് ചെയ്യും. 3 സ്ഥലത്ത് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള 3 സ്ഥലത്ത് വീണ്ടും ഇവിടെ തന്നെ എത്തും. പിന്നെ വീണ്ടും ഈ സാധനം തന്നെ റിപ്പീറ്റ് കൊണ്ടിരിക്കും. 4 സ്ഥലത്താണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഇവിടെ ആയിരിക്കും ഫസ്റ്റ് മീറ്റിംഗ്, സെക്കൻഡ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, തേർഡ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, ഫോർത്ത് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും. സോറി, അങ്ങനെ പറയാൻ പറ്റില്ല. ഈ 4 സ്ഥലങ്ങളിലായിരിക്കും അവർ മീറ്റ് ചെയ്യുക. ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് മീറ്റിംഗ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, സെക്കൻഡ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കാം, തേർഡ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കാം, അങ്ങനെ വരാം. എവിടെയാണ് ഫസ്റ്റ് മീറ്റിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 4 പോയിന്റിലായിരിക്കും അവർ മീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി 5 മീറ്റിംഗ് ആണെങ്കിൽ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞെടുക്കരുത് ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെയാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ 4 പോയിന്റിലായിരിക്കും അവർ മീറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം, ഈ ചോദ്യം ചെയ്ത് നോക്കിയേ. ഈ ചോദ്യം വളരെ സിമ്പിളായിട്ടില്ല. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം എടുക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാം, ചിലപ്പോൾ നല്ല ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റിങ് പോയിന്റിൽ എത്ര മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെ വെലോസിറ്റി എടുക്കുക, ഏറ്റവും റെഡ്യൂസ്ഡ് റേഷ്യോയിൽ എഴുതുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ സം, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻസ്. ഓക്കെ, ഇനി കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ കൂടെ നോക്കാം സർക്കുലർ റേസിൽ, എന്നിട്ട് നമുക്ക് നിർത്താം കേട്ടോ. സർക്കുലർ ട്രാക്കിൽ ഓടുകയാണ്, 1900 മീറ്റർ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഇനീഷ്യൽ സ്പീഡ് 6 4 ആണ്. പിന്നെ എന്തുകൊണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ദ സെയിം പോയിന്റ് വെനെവർ ദ മീറ്റ്. രണ്ടുപേരും എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും? ജോയ് അവരുടെ സ്പീഡ് പകുതിയാക്കും, കാറ്റ് ആണെങ്കിലോ സ്പീഡ് ഡബിൾ ആക്കും. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അവർ ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ ബിഗിനിങ് വിൽ ദ മീറ്റ് ഫോർ ദ സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈമിന് എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് ടൈമിന് എത്ര സമയം എടുക്കും നോക്കുക. ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇത് സെയിം ഡയറക്ഷൻ ആണോ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ എന്ത് കിട്ടും? 1100 ബൈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ 6 4 എത്ര കിട്ടും? 10 കിട്ടും. ഇതാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള സമയം. സെക്കൻഡ് മീറ്റ് ചെയ്യാനുള്ള സമയം അവിടെ ഡിസ്റ്റൻസ് മാറുന്നില്ല, 1100 ആണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി മാറുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ്റെ സ്പീഡ് എന്താവും? പകുതിയാവും. 6 ഉള്ളത് 3 ആവും. കാറ്റിൻ്റെ സ്പീഡോ 4 ഉള്ളത് ഡബിൾ ആവും, 8 ആവും. അപ്പോൾ ഇത് രണ്ടിൻ്റെ സം എടുക്കേണ്ടത്. വെലോസിറ്റി മാറി, 3 8 ആയി. അതായത് 3 + 8 11. ഇതാണ് ഫസ്റ്റ് മീറ്റിങ്ങിന് എടുക്കുന്ന സമയം, ഇതാണ് സെക്കൻഡ് മീറ്റിങ്ങിന് എടുക്കുന്ന സമയം. ടോട്ടൽ എത്ര സമയം കഴിയുമ്പോഴാണ് സെക്കൻഡ് മീറ്റ് ചെയ്യാൻ നല്ല ചോദ്യം. എത്ര കിട്ടും? 1900 ബൈ 10 എന്ന് പറഞ്ഞാൽ 110. 1900 ബൈ 11 എന്ന് പറഞ്ഞാൽ 100. 100 110 കൂട്ടിയാൽ 210. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തും ഇതുപോലെ തന്നെ ചോദ്യമാണ്. സർക്കുലർ ട്രാക്കിൻ്റെ ലെങ്ത്ത് 400 മീറ്റർ ആണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനീഷ്യൽ സ്പീഡ് 10 40 ആണ്. എപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ എ എന്ത് ചെയ്യും? സ്പീഡ് ഡബിൾ ആവും, ബിയോ പകുതിയാക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടൈമിൽ മീറ്റ് ചെയ്യുമ്പോൾ എത്ര സമയത്താണ് അവർ മീറ്റ് ചെയ്യുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീറ്റിങ്ങിലെ സമയം നോക്കണം, രണ്ടാമത്തെ മീറ്റിങ്ങിലെ സമയം നോക്കണം, മൂന്നാമത്തെ മീറ്റിങ്ങിലെ സമയം നോക്കണം. കാരണം 3 കേസിലും എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി മാറുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ മീറ്റ് ചെയ്യാനുള്ള സമയം നമുക്കറിയാം 400 ബൈ ഡയറക്റ്റ് അല്ലേ. എത്രയാണ്? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ 10 + 40 എത്ര കിട്ടും? 50. രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് 400 തന്നെയാണ്, പക്ഷേ വെലോസിറ്റി എന്താവും? ഈ 10 ഉള്ളത് എന്തായി മാറും? 10 ഉള്ളത് ഡബിൾ ആവും അല്ലേ, 20 ആവും. 40 ഉള്ളതോ
പകുതിയാവും. എത്രയാവും? 20 ആവും. അപ്പോൾ 20 + 20 അവിടെ 40. ഇനി അടുത്ത കേസിലോ ഈ 20 ഉള്ളത് വീണ്ടും ഡബിൾ ആവും. എത്രയാവും? 20 ഉള്ളത് 40 ആവും. ഈ 20 ഉള്ളത് വീണ്ടും പകുതിയാവും, 10 ആവും. അപ്പോൾ അവിടെ 40 + 10 എത്ര വരും? 40 + 10 ആണ് 50. ടോട്ടൽ എത്ര വരും? ഇതെന്ന് പറഞ്ഞാൽ 8, ഇതെന്ന് പറഞ്ഞാൽ 10, ഇതെന്ന് പറഞ്ഞാൽ 8. 10 + 8 + 8 26 സെക്കൻഡ്. ഓക്കെ. ഇനി അടുത്ത് ഓക്കെ. Malay walks around a circular field at the rate of 7 rounds per hour, while Neha runs around it at the rate of 11 rounds per hour. They start in the same direction from the same point at 2:45 meter. അല്ല 2:45 pm. They shall first cross each other. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ വെലോസിറ്റി 7 റൗണ്ട്സ് പെർ അവർ ആണ്, രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി 11 റൗണ്ട്സ് പെർ അവർ ആണ്. അപ്പോൾ വെലോസിറ്റി റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇവർ 4 ഡിസ്റ്റിങ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 11 ഇനി ചെറുതാക്കാൻ പറ്റില്ല, ഏറ്റവും ചെറിയതാണ് 11 7 പ്രൈം നമ്പറാണ്, ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 11 - 7 4 പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ 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 കേട്ടോ, ഈ 4 പോയിന്റിലായിട്ട് അവർ പല പല സമയങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം എന്താണ്, 2:45 അവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? നമ്മളിവിടെ രണ്ടുപേരുടെ റിലേറ്റീവ് വെലോസിറ്റി നോക്കുമ്പോൾ എന്താ, അതായത് റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് മറ്റേ ആളെ പിടിക്കുക അല്ലേ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി, ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് 11 ഡിഫറൻസ് 4 റൗണ്ട്സ് പെർ അവർ. ഇതാണ് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി. 4 റൗണ്ട്സ് പെർ അവർ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഒരാളവിടെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ മറ്റേ ആൾ 1 മണിക്കൂറിൽ 4 പ്രാവശ്യം ഇവനെ കറങ്ങുമെന്ന് പറയുന്നു. അതായത് 1 മണിക്കൂറിൽ 4 പ്രാവശ്യം കറങ്ങും. നമുക്കറിയാം 1 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് അവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുക, രണ്ടാമത്തെ പ്രാവശ്യം 1 റൗണ്ട് കറക്കുമ്പോഴാണ് രണ്ടാമത്തെ മീറ്റിംഗ്, മൂന്നാമത്തെ, നാലാമത്തെ. അപ്പോൾ ഇവിടെ 4 പ്രാവശ്യം 1 മണിക്കൂറിൽ കവർ ചെയ്യും. നമുക്ക് വേണ്ട ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ 4 റൗണ്ട് 1 മണിക്കൂറിലാണെങ്കിൽ 1 റൗണ്ട് എത്ര മിനിറ്റ് വേണ്ട നോക്കിയേ, 60 മിനിറ്റ് കൊണ്ട് 4 റൗണ്ട് ആണെങ്കിൽ 1 റൗണ്ട് 15 മിനിറ്റ് കൊണ്ടല്ലേ. അപ്പോൾ 1 റൗണ്ട് കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണെന്ത്, ഇവിടുത്തെ ഫസ്റ്റ് മീറ്റിംഗ് ടൈം. അപ്പോൾ അതായത് 15 മിനിറ്റിൽ ആദ്യത്തെ മീറ്റിംഗ് നടക്കും. 2:45 തുടങ്ങിയാൽ 3 മണിക്കായിരിക്കും എന്ത്, അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. ഇനി ഇത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ വേറെ രീതിയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരുടെ ഡിഫറൻസ് 1 റൗണ്ട് ആകുമ്പോഴാണ് ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ. ആ ഫസ്റ്റ് ആൾ 11 റൗണ്ട് ഓടുമ്പോൾ രണ്ടാമത്തെ ആൾ 7 റൗണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവർ ഈ ഫസ്റ്റ് ആളെക്കാൾ രണ്ടാമത്തെ ആൾ 1 റൗണ്ട് കൂടുതലാകുമ്പോഴാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. 4 ഉള്ളത് 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 11/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11/2 എന്ന് പറഞ്ഞാൽ 5.5, 5.5/2 എന്ന് പറഞ്ഞാൽ 2.75. ഇവിടെ 7/4 എന്ന് പറഞ്ഞാൽ 3.5, 1.75. അപ്പോൾ നോക്കി ഇതിൻ്റെ ഡിഫറൻസ്, അതായത് ഇതിനേക്കാൾ 1 റൗണ്ട് കൂടുതലായില്ലേ ഇത്. അപ്പോൾ ഇപ്പോഴായിരിക്കും ഫസ്റ്റ് മീറ്റിംഗ്. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ആൾ 2.75 എന്ന് പറഞ്ഞാൽ 2:45. അതായത് ഫസ്റ്റ് ആൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് 1:15, 1:30, 1:45 ഇവിടെ എത്തും. ആ സമയം രണ്ടാമത്തെ ആളോ 1:45, അതായത് 1 റൗണ്ട് കറങ്ങി വീണ്ടും 1:45 വരുമ്പോൾ വീണ്ടും ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ആയിരിക്കും അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. ഈ ഫസ്റ്റ് സ്ഥലത്താണ് അവർ മീറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഫസ്റ്റ് ആൾ 2:45 റൗണ്ടും രണ്ടാമത്തെ ആൾ 1:45 റൗണ്ട് ഓടുമ്പോഴായിരിക്കും അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ നമുക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് ആൾ 2:45 റൗണ്ട് ഓടാൻ എത്ര സമയം എടുക്കും നോക്കിയാൽ പോരെ, രണ്ടാമത്തെ ആൾ 1:45 റൗണ്ട് ഓടാൻ എത്ര സമയം എടുക്കും നോക്കിയാൽ പോരെ. നോക്കിയേ ഇവിടെ ഫസ്റ്റ് ആൾ 1 മണിക്കൂറിൽ 7 റൗണ്ടാണ്, സോറി ഇതാണ് ഫസ്റ്റ് അല്ലേ, 7 റൗണ്ട് 1 മണിക്കൂറിലാണ്. അപ്പോൾ നമുക്ക് 1:45 റൗണ്ട് ഓടാൻ എന്ത് ചെയ്താൽ നമുക്കറിയാം 7ൻ്റെ പകുതിയാണെന്ത്, അല്ല പകുതിയല്ല /4 ആണെന്ത് 1.75. അതിൻ്റെ അർത്ഥം 1 മണിക്കൂറിൻ്റെ 1/4 ടൈമിലായിരിക്കും ഫസ്റ്റ് മീറ്റിംഗ് വരിക. അത്ര വരും 60/4 എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്. ഇവിടെ അതുപോലെ തന്നെ 11 റൗണ്ട് ഓടാനാണ് 1 മണിക്കൂർ. അപ്പോൾ 2:45 റൗണ്ട് ഓടാനോ നമുക്കറിയാം 11/4 ആണ് 2:45. അപ്പോൾ 1 മണിക്കൂറിൻ്റെ /4 എത്ര 15 മിനിറ്റ്. അതായത് അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് 15 മിനിറ്റിലായിരിക്കും. അതായത് ഇനി ഓരോ 15 മിനിറ്റിൽ അവർ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഇനി വേറെ കൺസെപ്റ്റ് പറയാം, ഇവിടെ അവർ ഫസ്റ്റ് മീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അടുത്ത മീറ്റിംഗ് എവിടെ ആയിരിക്കും നമുക്കറിയാം, അടുത്ത വീണ്ടും ഈ ഫസ്റ്റ് ആൾ 2:45 റൗണ്ടും ഒന്നാമത്തെ ആൾ 1:45 റൗണ്ട് ഓടാം. അപ്പോൾ നോക്കിയേ ഫസ്റ്റ് ആൾ 2:45 റൗണ്ട് ഓടുന്ന പറഞ്ഞാൽ 1 റൗണ്ട് കറങ്ങി വന്നു, രണ്ടാമത്തെ റൗണ്ടും കറങ്ങി വന്നു, ഇനി 1/4, 1/4, 1/2, 1/4 അല്ലേ. ഇവിടെ ആയിരിക്കും അവരുടെ അടുത്ത മീറ്റിംഗ്. അടുത്ത മീറ്റിംഗ് എവിടെ ആയിരിക്കും, ഇവിടുന്ന് വീണ്ടും 2:45 റൗണ്ട് ഓടണം, 1, 2, 4, 1/2, 1/4 ഇവിടെ ആയിരിക്കും മൂന്നാമത്തെ മീറ്റിംഗ്. അടുത്ത വീണ്ടും ഇവിടെ വരും. പിന്നെ ഈ പ്രോജക്റ്റ് ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിഫറൻസ് എടുക്കുക എന്ന് പറയുന്നത്, എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു കാണാൻ. ഓക്കെ, ഇനി അടുത്തോ എയും ബിയും സിയും സൈമിൾട്ടേനിയസ്ലി സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് അറൗണ്ട് എ സർക്കുലർ ട്രാക്ക് ഓഫ് ലെങ്ത് 1300 മീറ്റർ അറ്റ് റെസ്പെക്റ്റീവ് സ്പീഡ്സ് ഓഫ് 2 മീറ്റർ. A and B run in the same direction while C run in the opposite direction.
ഓക്കെ, ക്വസ്റ്റൻ മനസ്സിലാകാത്തൊരു പോസ് ചെയ്തിട്ട് ആദ്യം ക്വസ്റ്റൻ വായിച്ചു കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 3 പേര് സർക്കുലർ ട്രാക്കിലൂടെ ഓടുന്നുണ്ട്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്, 3 പേര് ഓടുന്നുണ്ട്. അതിൽ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ 3 പേരും ഒരേ ഡയറക്ഷനിലല്ല, 3 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല. ഇവിടെ പറയുന്നത് എന്താണ്, എയും ബിയും സെയിം ഡയറക്ഷനിലാണ്. അതായത് എയും ബിയും സെയിം ഡയറക്ഷനിലാണ്. പക്ഷേ സി ആണെങ്കിലോ, സി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണ് പറയുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ അതർ ടു. ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവിടെ 2 പേരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലേ. ഇപ്പോൾ എയും ബി മാത്രം എപ്പോൾ മീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഇതിൻ്റെ മൊത്തം ലെങ്ത് എടുത്തിട്ട് ഡിവൈഡ് ബൈ റിലേറ്റീവ് ലിസ്റ്റ് ചെയ്താൽ മതി. ഇനി എയും സിയും ആണെങ്കിൽ കുഴപ്പമില്ല, 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എടുക്കാം. പക്ഷേ എയും ബിയും സിയും ഒരുമിച്ച് എപ്പോൾ വരും എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒന്ന് ചെയ്താൽ മതി. ആദ്യം എയും ബിയും മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കുക. എയും ബിയും മീറ്റ് ചെയ്യാനുള്ള സമയം നമുക്കറിയാം. മീറ്റ് ചെയ്യാൻ ആദ്യം എന്ത് കാണണം, 1200 ടോട്ടൽ ഡിസ്റ്റൻസ്. ഇത് കവർ ചെയ്യണ്ടേ, ഡിവൈഡ് ബൈ റിലേറ്റീവ് ലിസ്റ്റ്. എൻ്റെയും ബിൻ്റെ റിലേറ്റീവ് ലിസ്റ്റ് എന്താ, എ 2 ആണ്, ബി 4 ആണ്. 2 പേരും സെയിം ഡയറക്ഷനാണ് എയും ബിയും. അപ്പോൾ റിലേറ്റീവ് ലിസ്റ്റ് 2. 1200 ബൈ 2 എന്ന് പറഞ്ഞാൽ 600. 600 സെക്കൻഡിൽ ആരൊക്കെ മീറ്റ് ചെയ്യും, എയും ബിയും മീറ്റ് ചെയ്യും. ഇനി അടുത്ത 2 ആൾക്കാർ എടുക്കുക, ഏതെങ്കിലും 2 ആൾക്കാർ. എയും ബി എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത് എയും സിയും എടുക്കുക. എയും സിയും മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്, അവിടെയും ഡിസ്റ്റൻസ് 1200 ആണ്. പക്ഷേ വെലോസിറ്റി എടുക്കുമ്പോൾ മാറും, കാരണം എ അങ്ങോട്ടും സി ഇങ്ങോട്ടുമാണ്. അപ്പോൾ എ 2 ആണ്, സിയോ 6 ആണ്. അപ്പോൾ എത്ര കിട്ടും, 2 + 6 എത്ര, 8. അപ്പോൾ 1200 ബൈ 8 എന്ന് പറഞ്ഞാൽ 600, 300, 150. ഓരോ 150 സെക്കൻഡ് കൂടുമ്പോഴും എയും സിയും മീറ്റ്. ഇവിടെ നോക്കിയത് നിങ്ങൾ, ഓരോ 150 സെക്കൻഡ് കൂടുമ്പോഴും എയും സിയും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ 600 സെക്കൻഡ് കൂടുമ്പോഴും എയും ബിയും മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 150 സെക്കൻഡ്, അടുത്ത 300 അല്ലേ. എയും സി എപ്പോഴാണ് മീറ്റ് ചെയ്യുക, 150 സെക്കൻഡിൽ, അടുത്ത 300 സെക്കൻഡിൽ, അടുത്ത 450 സെക്കൻഡിൽ, അടുത്ത 600 സെക്കൻഡിൽ. അത് 600 സെക്കൻഡിൽ എയും സിയും മീറ്റ് ചെയ്യും, എയും ബിയും മീറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം എയും ബിയും സിയും എന്ത് ചെയ്യും, 600 സെക്കൻഡിൽ മീറ്റ് ചെയ്യും അല്ലേ. എയും സിയും എന്തായാലും 600 സെക്കൻഡിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എയും ബിയോ അതും 600 സെക്കൻഡിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം എയും ബിയും സിയും ഈ 600 സെക്കൻഡ് ആകുമ്പോൾ ഒരേ പോയിന്റിൽ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ 2 പേര് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അവരുടെ LCM എടുത്താൽ മതി. 150ൻ്റെ 600ൻ്റെ LCM പറഞ്ഞാൽ നമുക്കറിയാം 600 ആണ്. അതായത് ഈ 600 സെക്കൻഡിൽ അവർ മീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ആളും കൂടി എടുത്തു നോക്കുക വെറുതെ വേണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ എയും ബിയും എടുത്തു, എയും സിയും എടുത്തു, ഇനി ബിയും സിയും എടുക്കും. ബിയും സിയും മീറ്റ് ചെയ്യാനുള്ള സമയത്തിലാണ് 1200 ബൈ ബിൻ്റെ സിൻ്റെ റിലേറ്റീവ് ലിസ്റ്റ് എന്താ, ബി അങ്ങോട്ടും സി ഇങ്ങോട്ടുമാണ്. 4ഉം 6ൻ്റെയും 10 അല്ലേ, എത്ര കിട്ടും, 10. അതായത് 120 സെക്കൻഡ്. ആരൊക്കെയാണ്, ബിയും സിയും. അതെടുത്താലും നോക്കി 600 മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ തെറ്റാണ്. 120, 240, 360, 450 ഒരു മീറ്റ് ചെയ്യും, അടുത്ത 600. അതായത് ഓരോ 600 ആകുമ്പോഴത്തേക്കും 3 പേരും ഒരേ സ്ഥലത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചോദ്യം. ഇനി അടുത്ത് ഓക്കെ, റേസർ എ ആൻഡ് റേസർ ബി റൺ എ റേസ് ഓഫ്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ ചോദിച്ച സർക്കുലർ റേസ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണും. 2 പേരും 18 കിലോമീറ്ററിൻ്റെ റേസ് ഓടുകയാണ് സർക്കുലർ ട്രാക്കിൽ. ട്രാക്കിൻ്റെ ലെങ്ത്തോ 800 ഉള്ളൂ അല്ലേ. ട്രാക്കിൻ്റെ ഒരു ലെങ്ത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കവർ ചെയ്താൽ 800 കിട്ടുള്ളൂ. പക്ഷേ 18 കിലോമീറ്ററിൻ്റെ റേസാണ് ഓടുന്നത്. 2 പേരും എന്താണ്, ബോത്ത് കംപ്ലീറ്റ് 1 റൗണ്ട്. ഓണല്ല 1 ആണ് കേട്ടോ. 1 റൗണ്ട് ഇൻ 200 സെക്കൻഡ് ആൻഡ് 250 സെക്കൻഡ്. ഇത് ഫസ്റ്റത്തെ ആൾ 200 സെക്കൻഡിലാണ് ഒരു റൗണ്ട് കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ ആളോ 250 സെക്കൻഡിലാണ് ഒരു റൗണ്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് വിൽ ദ ഫാസ്റ്റർ പേഴ്സൺ മീറ്റ് ദ സ്ലോവർ പേഴ്സൺ ഫോർ ദ ലാസ്റ്റ് ടൈം. അതായത് ഇവർ 2 പേരും ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അവസാനം മീറ്റ് ചെയ്യുന്നത് ഈ റേസ് സ്റ്റാർട്ട് ചെയ്ത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കിയേ. ഇവിടെ 200 സെക്കൻഡിലാണ് ഒരു റൗണ്ട് കവർ ചെയ്യുക അല്ലേ. അതായത് ഒരു റൗണ്ട് കവർ ചെയ്യാൻ എന്ത് വേണം, 200 സെക്കൻഡ് എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം വേറൊരു കാര്യം നോക്കാം. ഇവിടെ വെലോസിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും. ഇവിടെ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഒരാൾ 200 ഒരാൾ 250 ആണെങ്കിൽ അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, വെലോസിറ്റിൻ്റെ റേഷ്യോ. അതായത് 250:200 വെലോസിറ്റി റേഷ്യോ. അതായത് 5:4 ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവർ മീറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലേ ഉള്ളൂ അല്ലേ. 5ഉം 4 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 5 - 4 ഒരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമേ അവർ മീറ്റ് ചെയ്യുന്നു, വേറെ എവിടെ ഇവർ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇവിടെ ഒരു റൗണ്ട് കവർ ചെയ്യാൻ 200 സെക്കൻഡാണ്. അടുത്ത ആൾ രണ്ടാമത്തെ റൗണ്ട്. അതായത് ഇവർ ഫസ്റ്റത്തെ റൗണ്ട് കവർ ചെയ്യുമ്പോൾ ഇവർ 250 സെക്കൻഡ് എടുത്തിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ LCM എടുത്താൽ എത്രയാണ്, 1000. ടൈം 1000 സെക്കൻഡ് ആകുമ്പോൾ 2 പേരും ഒരാൾ 4 റൗണ്ടും ഒരാൾ 5 റൗണ്ടും ഒരാൾ 4 റൗണ്ടും കവർ ചെയ്യും അല്ലേ. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഓരോ 1000 സെക്കൻഡ് എത്തുമ്പോൾ 2 പേരും വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇതാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ തന്നെ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ 1000 സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 1000ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അതായിരിക്കും ആൻസർ കേട്ടോ. ആ ഓപ്ഷൻ എങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഓപ്ഷനിൽ 1000, 2000, 3000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം.
അതായത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഓരോ 1000 സെക്കൻഡ് കൂടുമ്പോഴാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നോക്കാം, എങ്ങനെ നോക്കുക? ടോട്ടൽ ഇവിടെ ഈ റേസ് കവർ ചെയ്യണമെങ്കിൽ എത്ര റൗണ്ട് ഓടണം നോക്കി. ടോട്ടൽ നമുക്കറിയാം 1800 മീറ്റർ അല്ലേ, 18 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1800 മീറ്ററാണ്. ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ 800 അപ്പോൾ ഇത്രയും റൗണ്ട് ഓടേണ്ട ഈ റേസ് കംപ്ലീറ്റ് ആണെങ്കിൽ നോക്കിയേ, ഇത് രണ്ടും കട്ട് ചെയ്താൽ 180/8 എന്ന് പറഞ്ഞാൽ 90, 45, 22.5 റൗണ്ട് ഓടുമ്പോഴാണ്, അതായത് മുന്നിലോടുന്ന ആരാണെന്നല്ല, ആരാണോ ഓടുന്നത് അവർ 22.5 റൗണ്ട് കവർ ചെയ്യുമ്പോഴാണ് ഈ റേസ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് മീറ്റിംഗ് പറഞ്ഞാൽ 1000 സെക്കൻഡിലാണ്. 1000 സെക്കൻഡിൽ ഫസ്റ്റത്തെ ആൾ 5 റൗണ്ട് ഓടും, രണ്ടാമത്തെ ആൾ 4 റൗണ്ടേ ഓടുള്ളൂ അല്ലേ, രണ്ടാമത്തെ ആൾ 4 റൗണ്ട് ഓടുള്ളൂ. അടുത്ത മീറ്റിങ്ങിൽ ഇയാൾ 10 റൗണ്ട് ഓടും, ഇയാൾ 8 റൗണ്ട് ഓടും. അടുത്ത മീറ്റിങ്ങിൽ ഇയാൾ 15 റൗണ്ട് ഓടും, ഇയാൾ 12 റൗണ്ട് ഓടും. അടുത്ത മീറ്റിങ്ങിൽ 20 റൗണ്ട് ഓടും, എത്രയാ 4 8 16 റൗണ്ട് ഓടും. ഇനി അടുത്തൊരു മീറ്റിംഗ് ഉണ്ടാവുമോ? ഇല്ല, കാരണം അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇയാൾ 25 റൗണ്ട് ഓടണം. പക്ഷേ 25 റൗണ്ട് ഓടേണ്ട ആവശ്യമില്ല, കാരണം 22.5 റൗണ്ട് ആകുമ്പോഴേക്കും റേസ് കംപ്ലീറ്റ് ആയി. പിന്നെ 25 റൗണ്ട് ഓടണം, കണ്ട. അപ്പോൾ ഇതായിരിക്കും ഇവരുടെ ലാസ്റ്റ് മീറ്റിംഗ്. അതായത് ഇയാൾ 20 റൗണ്ട് കവർ ചെയ്യുമ്പോൾ ഇയാൾ 16 റൗണ്ട്, 1 2 3 4, നാലാമത്തെ മീറ്റിങ്ങിലായിരിക്കും ഇവരുടെ അവസാനത്തെ മീറ്റിംഗ്. കാരണം അത് നാലാമത്തെ റൗണ്ടൊക്കെ, കാരണം ഇയാൾ കുഴപ്പമില്ല, ഇയാൾ 20 റൗണ്ട് എത്തുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഇയാൾക്ക് 25 റൗണ്ട് ഓടാം. പക്ഷേ ഇവിടെ 25 റൗണ്ട് ഓടേണ്ട ആവശ്യമില്ല, 22 റൗണ്ട് ആകുമ്പോഴേക്കും റേസ് തീർന്നു. റേസ് തീർന്നാൽ പിന്നെ മീറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നാലാമത്തെ മീറ്റിംഗ് ആയിരിക്കും അവരുടെ അവസാനത്തെ മീറ്റിംഗ്. അപ്പോൾ 1000 ഫസ്റ്റ് മീറ്റിങ്ങിനാണെങ്കിൽ 4 മീറ്റിങ്ങിന് 4000 കേട്ടോ. ഇനി അടുത്ത് ഒരു ചോദ്യം, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ലോജിക്ക് അറിയുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ രണ്ടുപേരും ചോദ്യം എത്രയേ ഉള്ളൂ, രണ്ടുപേരും ഒരു സർക്കുലർ ട്രാക്കിൽ ഓപ്പോസിറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഞാൻ ചെറുതാക്കട്ടെ. ചോദ്യം ഇത്രയേ ഉള്ളൂ, സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരാൾ സ്പീഡ് 6ഉം ഒരാൾ സ്പീഡ് 10ഉമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ 6 മീറ്റർ പെർ സെക്കൻഡിലും ഒരാൾ 10 മീറ്റർ പെർ സെക്കൻഡിലും പോയി. ഇനി പറഞ്ഞിട്ടില്ല എന്താ, രണ്ടുപേരും പോയി ഇവിടെ എവിടെയോ രണ്ടുപേർ, ഒരാൾ ഇങ്ങോട്ടും വന്നു, ഒരാൾ ഇങ്ങോട്ടും പോയി, അങ്ങനെ പോയി രണ്ടുപേരും ഇവിടെ എവിടെയോ മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തതിന് ശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദേ എക്സ്ചേഞ്ച് ദെയർ സ്പീഡ് ആഫ്റ്റർ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഇയാൾ ഫസ്റ്റത്തെ ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾക്ക് ഇവിടെ 6 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് അല്ലേ, ഇവിടെ ഇയാൾക്കോ 10 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. അങ്ങനെ രണ്ടുപേരും ഓടി ഇവിടെ വരെ എത്തി. ഇനി ഇവിടെ എത്തുമ്പോൾ ഈ പോയ ആരാണ്, പി എന്ന് പറഞ്ഞ, സോറി പി ഇതല്ല, ഇത് ക്യൂ ആണല്ലേ. ഈ ക്യൂ എന്ന് പറഞ്ഞ ആളും ഇവിടെ പി എന്ന് പറഞ്ഞ ആളും ഇവിടെ വരെ എത്തി. ഇവിടെ നിന്ന് സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്തു. സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ആൾക്കുള്ള സ്പീഡ് എന്തായിരിക്കും അല്ലേ, ഇങ്ങോട്ട് നമുക്ക് 10 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആ 10 സ്പീഡിലായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്പീഡ് എക്സ്ചേഞ്ച് ചെയ്തു. അതായത് ഇവിടെ നിന്ന് ആൾ പോയ ക്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് 6 സ്പീഡിലാണ് വരിക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ പി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10 സ്പീഡിലാണ് വരിക. അത് ശരിക്കും എങ്ങനെയായി മാറി, ഇവിടെ നിന്ന് ആൾ ഇങ്ങോട്ട് പോയ അതേ സ്പീഡിൽ തിരിച്ചു വരുന്ന പോലെ ആയില്ലേ. കാരണം പിയും ക്യൂ ആണെങ്കിൽ പോലും ഇവിടുന്ന് പി മീറ്റർ പെർ സെക്കൻഡിലാണ് പോയതെങ്കിൽ, പക്ഷേ പി പിന്നെ 10 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇവിടുന്ന് പോയ അതേ സമയത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലെ ആയിപ്പോയി. അതായത് ചോദ്യം എന്താണ്, ഹൂ വിൽ റീച്ച് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫസ്റ്റ്, ആരാന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പോയ അതേ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലെ ആയിപ്പോയി. രണ്ടുപേരും ഒരേ സമയത്ത് എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇത് ജസ്റ്റ് ലോജിക്കലി ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം കേട്ടോ. ലാസ്റ്റ് ചോദ്യമാണ്. ഇതൊക്കെയാണ് കുറച്ചൊരു ടെസ്റ്റ് ആക്കിയിട്ട് ഇതെന്ന് ചോദിച്ചത്. പക്ഷേ കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് വലിയ ചോദ്യമാണെന്ന് വായിച്ചു നോക്കുക കേട്ടോ. ചോദ്യത്തിലേ ഉള്ളൂ, സ്പീഡ് ഓഫ് റാമുണ്ട് ശ്യാമുണ്ട് അല്ലേ, റാമുണ്ട് ശ്യാമുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ട് സ്പീഡ് ഓഫ് റാം ഈസ് ത്രൈസ് സ്പീഡ് ഓഫ് ശ്യാം, 3 1. ഇതാണ് അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ എത്ര സ്ഥലത്ത് മീറ്റ് ചെയ്യും, 2 സ്ഥലത്ത് മീറ്റ് ചെയ്യും. അതായത് ഇതാണ് സർക്കുലർ ട്രാക്ക് എങ്കിൽ രണ്ടുപേരും സെയിം ഡയറക്ഷൻ അല്ലേ, പറഞ്ഞിട്ടില്ല അതിൽ സിംപ്റ്റനി റേസ് ആണല്ലേ. റേസ് ആകുമ്പോൾ എന്തായിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും, ഒരു സംശയം വേണ്ട. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരും എന്ത് ചെയ്യില്ല, റേസ് നടത്തൂല കേട്ടോ. അതായത് ഇവിടെ 2 സ്ഥലത്ത് അവർ മീറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും, രണ്ടാമത്തെ മീറ്റിംഗ് ഇവിടെ, മൂന്നാമത്തെ മീറ്റിംഗ് ഇവിടെ, നാലാമത്തെ മീറ്റിംഗ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ട്രാക്കിൻ്റെ ലെങ്ത് 1440 ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ റേസ് ഫ്രം ദ സെയിം പോയിന്റ് സൈമിൾട്ടേനിയസ്ലി റാം മീറ്റ്സ് ശ്യാം ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് 8th മിനിറ്റ്. ഫസ്റ്റ് മീറ്റിംഗ് 8ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ റേസ് എങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ ആയിരിക്കും. ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ എത്തിയപ്പോൾ എത്രയായി, 8 മിനിറ്റ്. 8 മിനിറ്റിലാണ് ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്.
ഓക്കെ. അപ്പോൾ 16 മീറ്റിങ്ങിലായിരിക്കും അടുത്ത മീറ്റിംഗ്, പിന്നെ 24, പിന്നെ 32, അങ്ങനെ പോകും. അപ്പോൾ ഇനി ചോദ്യം അതല്ല, ചോദ്യം ഇതാണ്: ഇഫ് റാം ആൻഡ് ശ്യാം സ്റ്റാർട്ട് ദ റേസ് അഗെയിൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് സൈമിൾട്ടേനിയസ്ലി, ദെൻ ദ ടൈം ടേക്കൺ ബൈ ശ്യാം ടു ഫിനിഷ് ദ റേസ്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് മനസ്സിലായി സ്പീഡ് 3:1 റേഷ്യോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മീറ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് പകുതി എടുത്താൽ, കാരണം ഡിഫറൻസ് 2 ആണ്. ഫസ്റ്റ് മീറ്റിംഗ് ആണ്, ഒരു ഡിഫറൻസ് എന്താ 1 ആവണം അല്ലേ. അപ്പോൾ ഒന്ന് പകുതി എടുത്താൽ 1.5 ഇതല്ലേ ഇതിൻ്റെ പകുതി. നോക്കിയാൽ ഡിഫറൻസ് 1 ആയില്ലേ. അതിൻ്റെ അർത്ഥം ഫസ്റ്റത്തെ ശ്യാം അര റൗണ്ട് ഓടുമ്പോൾ റാം എന്ത് ചെയ്യുന്നുണ്ട്, 1.5 റൗണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ശ്യാം ഓടി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അര റൗണ്ട് ഓടുന്ന സമയം കൊണ്ട് റാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓടി 1.5 റൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഈ 1.5 റൗണ്ട് ഓടുമ്പോൾ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് മീറ്റിംഗ്, അതായത് ശ്യാമ സ്പീഡ് കൂടുതൽ അല്ലേ, അല്ല ശ്യാമ സ്പീഡ് കുറവ്. ശ്യാം അര റൗണ്ട് ഓടുമ്പോൾ റാം 1.5 റൗണ്ട് ഓടിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ട ചോദ്യം എന്താണ്? ടൈം ടേക്കൺ ബൈ ശ്യാം ടു ഫിനിഷ് ദ റേസ്. ശ്യാം ഈ റേസ് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുന്നല്ലേ. അപ്പോൾ നമുക്കറിയാം ശ്യാമിന് ഇവിടം വരെ ഓടാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്, 8 മിനിറ്റ് എടുത്തിട്ടുണ്ട്. റാമിൻ്റെ നോക്കണ്ട, റാം ആ സമയം കൊണ്ട് 1.5 റൗണ്ടോ 10 റൗണ്ടോ ഓടിക്കോട്ടെ. പക്ഷേ ആ സമയം ആരെത്ര ഓടിയിട്ടുള്ളൂ, ശ്യാം 8 മിനിറ്റ് കൊണ്ടാണ് അര റൗണ്ട് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ റേസ്, ഗിവൺ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ റേസ് ഈസ് സെയിം ആസ് ദ ലെങ്ത് ഓഫ് ദ ട്രാക്ക്. ലെങ്ത് ഓഫ് ദ റേസ്, അതായത് ഓടി ഇവിടം വരെ ഫിനിഷ് ചെയ്യണം, അതാണ് റേസ് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ മനസ്സിലായി 8 മിനിറ്റ് കൊണ്ടാണ് ശ്യാം ഇവിടെ എത്തിയത്. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് എത്തണമെങ്കിൽ വീണ്ടും 8 മിനിറ്റ്, ടോട്ടൽ 16 മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ശ്യാമിന് ഈ റേസ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ 9 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യനാണ് സർക്കുലർ റേസിന് 50-60% ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതായിരിക്കും അധികം വരിക. ഈ ചോദ്യം വളരെ റെയറായിട്ട് ചോദിക്കുന്നതാണ്. പക്ഷേ കൺസെപ്റ്റ് നിങ്ങൾ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, മറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ച ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി, റെഡ്യൂസ്ഡ് റേഷ്യോയിൽ എഴുതുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈം എന്താ പറയുക, സർക്കുലർ റേസിൽ മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചാപ്റ്ററാണ്. ലീനിയർ റേസിനെക്കാളും സിമ്പിളാണ് എന്ത്, സർക്കുലർ റേസ് എന്ന് പറഞ്ഞ ടോപ്പിക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കുക, ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് മനസ്സിരുത്തി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ വരുന്ന സർക്കുലർ റേസിൻ്റെ ചോദ്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ്, ഈ ഒരു 2 മാർക്ക് നമുക്ക് മിസ്സാകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.